നമസ്കാരം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ജീവിക്കാൻ സമ്മതിക്കാതെ വേട്ടയാടുകയാണോ എന്ന് ഇ.പി. ജയരാജൻ. ഒരു സാധാരണക്കാരിയെയല്ല ഈ വീണ വിജയൻ എന്ന കാര്യം ഇ.പി. മറന്നിട്ടാണോ ഇത്തരമൊരു പരാമർശം നടത്തിയെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനാൽ ഇ.പിക്ക് വേണ്ടി ആരാണ് ഈ വേട്ടയാടപ്പെടുന്ന വീണ വിജയൻ എന്നത് വ്യക്തമാക്കാം. കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രി കസേരയിൽ അരങ്ങുവാഴുന്ന സഖാവ് പിണറായി വിജയന്റെ മകളാണ് വീണ വിജയൻ. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യ കൂടെയാണ് കക്ഷി. ഇതൊന്നുമല്ല ഹൈലൈറ്റ്. ചെയ്യാത്ത സർവീസിന് മാസാമാസം കോടിക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തിയെന്ന് സംശയിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. ഒന്നും രണ്ടുമല്ല, കോടിക്കണക്കിന് രൂപയാണ് മാസപ്പടിയായി ഇവർ വാങ്ങിക്കൂട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിട്ടും തീർന്നിട്ടില്ല. പൊതുഖജനാവിലെ പണം കൊണ്ട് സർക്കാർ ചെലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമായി തയ്യാറാക്കിയ വാഹനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ സ്വന്തം യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും ഞാനൊന്നും അറിയാത്തവളാണ് എന്ന് പറഞ്ഞ് മൗനം തുടർന്ന മുഖ്യന്റെ കൊട്ടാരത്തിൽ സുഖവാസം നടത്തുന്ന ഒരു സാധാരണ വനിത കൂടിയാണ് ഇവർ. അവർ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ കള്ളങ്ങൾ നൽകി എന്ന കണ്ടെത്തലും ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട്. പൊതുജനങ്ങളെ അടക്കം മണ്ടന്മാരാക്കി ജീവിക്കുന്ന ഇവരെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയാണ്, സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. അങ്ങനെയുള്ള വീണയെ ഇ.പി. പറയും പോലെ വേട്ടയാടിയിട്ടുണ്ട് എങ്കിൽ തെറ്റ് പറയാൻ ആകുമോ എന്നതാണ് ചോദ്യം. എന്തായാലും മാസപ്പടിയിലൂടെ മുഖ്യന്റെയും വീണയുടെയും ചുവട് പിഴച്ചു തുടങ്ങിയെന്ന് തന്നെയാണ് ഈ ഇടത് നേതൃത്വം ഒട്ടാകെ ഇത്ര അസ്വസ്ഥമാകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. CMRലും വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും 2 കമ്പനികൾ എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടു എന്നതും കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് CMRL എക്സാലോജിക്കിന് പണം നൽകിയതെന്നുമാണ് CPMന്റെ ന്യായവാദം. ബാങ്ക് മുഖേനയാണ് കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നതെന്നും ഇതിൽ തട്ടിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും തെളിയിക്കാൻ CPM പാടുപെടുകയാണ്. എന്നാൽ CPM പറയുന്ന ഓരോന്നും ആ വാദങ്ങളെയെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ പുറത്തുവരുന്നു. രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് കണ്ടെത്തലിൽ പറയുന്നത്. എക്സാലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബാംഗ്ലൂരുയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. വീണയുടെ കമ്പനിയായ എക്സാലോജിക് മരവിപ്പിച്ചത് പലതും മറച്ചു വെച്ചുകൊണ്ടാണ് എന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നത് യഥാർത്ഥമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. എക്സാലോജിക്കിനും വീണ വിജയനും തിരിച്ചടിയായ ബാംഗ്ലൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേട് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടി എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരിടപാടും നടത്തിയില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുന്നത്. ഇത് മറച്ചുവെച്ചാണ് 2022 ഈ കമ്പനി അപേക്ഷ സമർപ്പിച്ചത്. 2021 മെയ് മാസത്തിൽ കമ്പനി ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. എന്നുവെച്ചാൽ ഈ ആരോപണങ്ങളിലെല്ലാം വീർപ്പുമുട്ടുന്ന വീണ വിജയൻ അത്ര നിസ്സാരക്കാരിയല്ല എന്ന് ചുരുക്കം.